നമസ്കാരം. ഈ കെ.ബി. ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പിണറായി വിജയനെ വെല്ലുവിളിക്കാനുള്ള ശക്തിയുണ്ടോ? അതിനുള്ള രാഷ്ട്രീയ പിൻബലമുണ്ടോ? പക്ഷേ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയെ, KSRTCയുടെ സ്വിഫ്റ്റ് എന്ന കമ്പനിയെ കർശനമായി നിയന്ത്രിക്കുമെന്നും അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നും അതിന് KSRTCയിലെ ദീർഘദൂര സർവീസുകൾ, സ്വിഫ്റ്റിന് കൊടുത്തിരിക്കുന്ന സർവീസുകളെല്ലാം സ്വിഫ്റ്റിൽ നിന്നും വാങ്ങിയിട്ട് KSRTCയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹം ഈ സ്വിഫ്റ്റിനെ അപ്രസക്തമാക്കാനുള്ള, സ്വിഫ്റ്റിലെ ജീവനക്കാരെയും കൂടി ഈ KSRTCയിലേക്ക് ലയിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നൊക്കെ പറയുമ്പോൾ 2022 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്പാനൂരിൽ വളരെ ആവേശത്തോടു കൂടി വലിയ ഒരു സംഭവം ചെയ്യുന്നു എന്ന തരത്തിൽ കൊടി ഉയർത്തി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തതാണ് നമ്മുടെ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി. അതൊരു സ്വകാര്യ കമ്പനി തന്നെയാണ്. ആ കമ്പനിയെ ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മൾ അന്ന് കണ്ടതാണ് നമ്മുടെ ഓവർ ബ്രിഡ്ജ് മുതൽ ഉള്ള പ്രദേശത്തുള്ള വാഹന ഗതാഗതം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ആർക്കും അതിലെ പോകാൻ കഴിയാതെ പോലീസ് അവിടെ എല്ലാം നിയന്ത്രിച്ച് നിർത്തിയിട്ടാണ് ഈ സ്വിഫ്റ്റ് അന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഒരൊറ്റ മുന്നണി ഈ ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഈ പരിപാടിക്ക് വിളിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം CITUവിൽപ്പെട്ട യൂണിയനിൽപ്പെട്ട നേതാക്കന്മാരെ പോലും, ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട CITUവിൽപ്പെട്ട ആൾക്കാരെ പോലും ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, ഭയപ്പെടുത്തി മാറ്റി നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് ഈ സ്വിഫ്റ്റ് എന്ന കമ്പനിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ സ്വിഫ്റ്റിനെ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്വിഫ്റ്റിനെ ഗണേഷ് കുമാർ വരുതിയിൽ കൊണ്ടുവരുമെന്നും അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് നിശ്ചയിക്കുമെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇത് നഷ്ടമാണ്, ഇലക്ട്രിക് ബസ്സുകൾ ആവശ്യമില്ലാത്തതാണ്, നമ്മൾ അമിത കാശ് കൊടുത്താണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ് ഭയങ്കര നഷ്ടമാണ്, അതുകൊണ്ട് അത് നിർത്തലാക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് ഗവൺമെൻറ്, അതായത് പിണറായി വിജയനും CPM ഒക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു തീരുമാനത്തിൽ നിന്നും ഈ ഗണേഷ് കുമാറിന് പിന്തിരിയേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം നമ്മൾ കണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പഴയ രീതിയിലുള്ള, ഒരു പഴയ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സമ്പ്രദായം പോകുന്നത്. യഥാർത്ഥത്തിൽ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ച് അതിന് പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് തന്നെയാണ്. അതിന് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായ തരത്തിൽ, എളുപ്പമാകുന്ന തരത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനും ഈ ട്രേഡ് യൂണിയൻ നേതാക്കളാണല്ലോ എല്ലാത്തിനും ഇടപെടുകയും തീരുമാനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അതിൻ്റെ ഈ ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരുടെ ഒരു യൂണിയൻ അതിനെതിരായി ശക്തമായി വരികയും അങ്ങനെ ആ പരിഷ്കരണവും മുഖ്യമന്ത്രി ഇടപെട്ട് നിർത്തിവയ്പ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സ്വിഫ്റ്റിനെ നിയന്ത്രിച്ചുകൊണ്ട് KSRTCയെ സംരക്ഷിക്കാനുള്ള ഈ നടപടിയിൽ എത്രമാത്രം പിണറായി വിജയൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്നത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ്റെ അതൃപ്തിക്ക് പാത്രമാകുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും. പക്ഷേ ഗണേഷ് കുമാറിന് ധൈര്യം നൽകുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളുമൊക്കെ ഇക്കാര്യത്തിൽ KSRTCയെ മെച്ചപ്പെടുത്തുന്നതിലും സ്വിഫ്റ്റിനെ പ്രാധാന്യം കുറയ്ക്കാനുള്ള നടപടിയെടുക്കുന്നതിലും, കാരണം സ്വിഫ്റ്റ് വന്നപ്പോൾ തന്നെ ഇടത് യൂണിയൻകാർ പോലും അതിനെ എതിർത്തതാണ്, അതിനെ അത്ര താല്പര്യം കാണിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുത്തത് കൊണ്ട്, ധൈര്യമില്ലാത്തത് കൊണ്ട് മിണ്ടാതെ ഓച്ഛാനിച്ച് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഈ ഉശിരന്മാരായ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻകാർ ചെയ്തത്. എതിർപ്പ് പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഗണേഷ് കുമാർ ധൈര്യമായിട്ട് സ്വിഫ്റ്റിനെ നിയന്ത്രിക്കാൻ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ കൈ ഉണ്ടെന്നും അവരുടെ പിന്തുണ ഉണ്ടെന്നുമാണ് കേൾക്കുന്നത്. പക്ഷേ എന്തൊക്കെ പിന്തുണ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഗണേഷ് കുമാറിന് അത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിലാണ് ഇവിടുത്തെ
സംവിധാനങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഈ പിന്നെ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വിഫ്റ്റിൽ നിന്നും KSRTCയിലേക്ക് കൊണ്ടുവരുന്നു. ഓരോ പിന്നെ ബസ്സിനും അടിക്കുന്ന പെട്രോളിന്റെ കണക്ക് അതാത് ഡ്രൈവർമാർ എഴുതി വയ്ക്കണമെന്നും, എന്നിട്ട് ഓരോ ബസ്സിനും അടിക്കുന്ന പെട്രോളിന്റെ കണക്ക് അതാത് വർക്ക്ഷോപ്പിലെ ചുമതലയുള്ള ആൾക്കാർ എഴുതി വയ്ക്കണമെന്നും, ഏതെങ്കിലും ബസ്സിന് കൂടുതൽ ഡീസൽ ചിലവാകുന്നെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചിട്ട് ആ ഡീസൽ കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും പരിഷ്കാരങ്ങളും ആ ബസ്സിന്റെ മെയിൻ്റനൻസ് നടത്തണമെന്നും ഒക്കെ പറയുന്നുണ്ട്. എത്രമാത്രം ശരിയാവും കേൾക്കുമ്പോൾ നമുക്ക് നല്ല കാര്യമാണ്. പക്ഷേ എത്രമാത്രം നടപ്പിലാക്കാൻ കഴിയും? നമ്മുടെ ഇന്നത്തെ ഈ ദുഷിച്ച ട്രേഡ് യൂണിയൻ തൊഴിലാളി സംസ്കാരം നിലനിൽക്കുമ്പോൾ അവരുടെ അമിതമായ സ്വാധീനം ഈ ഓരോ പിന്നെ സ്ഥാപനത്തിലും നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇത് മാത്രമല്ല ഒരു വീക്ഷണമില്ലാത്ത ഡെപ്തായ ഒരു വീക്ഷണമില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ എങ്ങനെ ഈ പിന്നെ മുഖ്യമന്ത്രി തന്നെ കൊണ്ടുവന്ന വാഴ്ത്തിപ്പാടി കൊണ്ടുവന്ന സ്വിഫ്റ്റിനെ അപ്രധാനപ്പെടുത്താൻ മന്ത്രിക്ക് കഴിയും എന്നത് സംശയം തന്നെയാണ്.